ത്രീ ടു വൺ. എവിടെയാടാ ഓടി എവിടെയാടാ? ഡബ്ബേടാ ഡബ്ബ്. സമ്പാദിക്കണം, സമ്പാദിക്കും. ദിസ് ഇസ് ഇന്ത്യ. ഇവിടെ പണം കൊടുത്താൽ എന്തും കിട്ടും. എന്നാൽ റെസ്പെക്ട് കിട്ടണമെങ്കിൽ നമ്മുടെ കയ്യിൽ പണം ഉണ്ടെന്ന് നാലാൾ അറിയണം. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. അപ്പോൾ നിങ്ങൾ ഇൻട്രോ കണ്ടാണോ? അപ്പോൾ ലെറ്റ്സ് ഗോ ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഗെയിം സ്റ്റാർട്ട് ആയിട്ട് നമ്മളപ്പോൾ ഒരു പ്ലോട്ട് നോക്കിക്കൊണ്ടിരിക്കുവാണ്. പ്ലോട്ട് നോക്കണം, നമുക്ക് ബാങ്ക് തുടങ്ങണം ഫസ്റ്റ്. അതിന് വേണ്ടി നമ്മൾ ബാങ്ക് ന്യൂസ് പേപ്പറിൽ അനൗൺസ്മെന്റ് കണ്ടിട്ട് നമ്മൾ $100 സെയിലാക്കുക. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ പ്ലോട്ട് നമുക്ക് വാങ്ങിക്കണം. അപ്പോൾ അതിന് വേണ്ടി അവരെടുത്തൊരു ഡിസ്കഷൻ സോ എക്സ്പെൻസീവ് എന്നൊക്കെ പറഞ്ഞ് അവൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളിനി ഇവൻ്റെ ഇന്ന് എങ്ങനെയും കൺവിൻസ് ചെയ്ത് ഇതിൽ നിന്ന് കുറച്ചിങ്ങനെ $3000 അയ്യോ ഏയ് This place used to be a favorite among investors. എന്തൊക്കെയാണ് കാണിക്കണത്? It's a forgotten building. Maybe in the right hands it can shine again. ഓക്കെ നമ്മൾ എന്തായാലും ഈ പ്ലോട്ട് നമുക്ക് എന്തായാലും ഈ പ്ലോട്ട് തന്നെ വേണം. കാര്യം ഇതൊരു സിറ്റിക്ക് നടുക്ക് ഒത്ത നിൽക്കുന്ന ഒരു സിറ്റി നടുക്കിക്കണ ഒരു ബാങ്ക് ആക്കാൻ പറ്റിയ സ്ഥലമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതാവുന്നത്. അപ്പോൾ പ്രസ് ടാബ് സെലക്ട് ട്രാച്ച് ബിൻ. ഓക്കെ സ്പേസ്. ഓക്കെ നമ്മളപ്പോൾ കട തുറന്നിട്ടുണ്ട്. എനിക്ക് നമ്മൾ കട തുറക്കണം ഫസ്റ്റ്. പ്ലീസ് ടാബ്. ഓക്കെ ഇതെല്ലാം നമ്മൾ ട്രാഷ് ചെയ്യണം. ഇത് കുറേ കാലമായിട്ട് അടച്ചിട്ടിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് നമ്മളിത് തുറക്കണം കൈസ്. അപ്പോൾ തുറക്കുമ്പോൾ ഫുള്ള് ഇത്, പക്ഷേ ഇതൊന്ന് കോർഡിനേറ്റ് ചെയ്ത് എടുത്ത് കഴിഞ്ഞ ഒരു ഓപ്പൺ ഒരു വിൻഡോ വഴിയൊക്കെ കാറ്റ് വരും, ഇത് വരും. അപ്പം കൊള്ളാൻ തോന്നിയിട്ട് മണി പവർ ഹോൾഡ് ആ സംഭവമൊക്കെ ഉണ്ട്. നമ്മുടെ ഇവിടെ കുറേ സ്റ്റിക്കേഴ്സ് ഇതൊക്കെ നമുക്ക് മാറ്റണം. പെയിൻ്റ് അടിച്ച് സെറ്റാക്കി എടുത്താൽ സിറ്റിയുടെ ഒത്ത നടുക്കാണ് കൈസ്, ഒത്ത നടുക്ക് കണ്ടു. അതുകൊണ്ട് നമുക്ക് തന്നെ ഫുൾ സ്ഥലത്തിലുള്ള ഓഡിയൻസ് നമുക്ക് ഇവിടെ വരുത്താം. എനിക്ക് ലൈക്ക് ഇവിടെ പൈസ കൊണ്ടൊന്ന് ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് ഭയങ്കര പ്രോഫിറ്റും കാര്യങ്ങളെല്ലാം കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമുക്കിതെല്ലാം എടുക്കണം, ട്രാഷ് ചെയ്യണമെന്നുള്ളതാണ്. ഓക്കെ ഇതെല്ലാം നമുക്ക് ആദ്യം ഇതെല്ലാം നമ്മുടെ ഒരു വേസ്റ്റ് പറ്റൂല. നമുക്ക് അതെല്ലാം നമ്മൾ ഇവിടെ ഇവന്മാരൊക്കെ ഈ ഒരു വിറ്റ മുതലാളിക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത മുതലാളിയാണ് കേട്ടോ. അതാണ് അവ ഇതൊന്നും ചെയ്യാത്ത, മനസ്സിലായത്. ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ എത്തിരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്ത് തരുമെങ്കിലെന്ന് പറയായിരുന്നു. ഓക്കെ ഇതിട്ട് ഓക്കെ തുടച്ചാൽ പോവൂ. ഓക്കെ ഇങ്ങനെ തുടച്ച് ഹോൾഡ് ചെയ്താൽ വാറാമല പോവും. നിങ്ങളുടെ അവിടെ വാറാമല എന്താണ് പറയണമെന്ന് പറയണം. ഓക്കെ വെള്ളം അങ്ങനെ തുടച്ചളഞ്ഞ് ഇനി ഇവിടത്തെ ഒരു വെള്ളമുണ്ട്. ഇതൊക്കെ പൊടിയും കറയും എല്ലാം പിടിച്ചേ ഇരിക്കുക. ഇനി ഓക്കെ നമ്മളിതെല്ലാം തുടച്ച് ഈ സ്റ്റിക്കേഴ്സ് ഒന്നും വേണ്ട. ബാങ്ക് എന്ന് പറഞ്ഞൊരു ക്ലീൻ ബാങ്ക് ആയിരിക്കണം. കാര്യം നമ്മുടെ ബാങ്ക് എന്ന് പറഞ്ഞൊരു ഒരു ക്ലാസിക് നമ്മുടെ ഇംഗ്ലീഷ്കാരന്മാരെ ടൈപ്പ് ബാങ്ക് എന്ന് പറഞ്ഞാൽ എങ്ങനെ പറയാം, നമ്മുടെ ലക്കി ഭാസ്കർ സിനിമ ഇടുന്നുണ്ടോ അതിനകത്തൊരു ബാങ്ക് ഇല്ലേ, ലൈക്ക് ആ ഒരു ബാങ്ക് വലിയ നമ്മുടെ മണിക്ക് പോകട്ടെ. നമുക്ക് ക്ലീൻ ബാങ്കാണ് വേണ്ട, അതുകൊണ്ട് നമുക്കിത് കളയാം. ഓക്കെ അപ്പോൾ ഇതാണ് ചെയ്യാനുള്ളത്. അപ്പം ഫുൾ ക്ലീൻ ആക്കി നമ്മൾ പക്കയാക്കി എടുത്താലേ നമുക്ക് ആ ബാങ്ക് ഒന്ന് സെറ്റ് ആവും. ലക്കി ഭാസ്കറിൽ അതേപോലത്തെ ഒരു ബാങ്കാണ് എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് നമുക്ക് അതേപോലെ തന്നെ ബാങ്ക് ആക്കി എടുക്കണം. ഓക്കെ ഇത് കഴിഞ്ഞു. ഓക്കെ ഇനി ക്ലീൻ വുഡ്സ് ക്ലീൻ ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഈ വുഡ് എങ്ങനെ ക്ലീൻ ചെയ്യാനാ? എനിക്ക് തോന്നുന്നു ഇത് ഓപ്പൺ ആക്കിയിട്ട് നമ്മുടെ ഇവിടെ എവിടെയെങ്കിലും ഒരു സാധനം കാണും. എനിക്ക് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ ക്ലീൻ വുഡ്സ്? ഇത് ഏത് വുഡ് കളയാനാണ് അവർ പറയണത്? ഈ വുഡ്. ഓക്കെ ഈ വുഡുകളാണ് നമ്മൾ ക്ലീൻ ആക്കുള്ളത് കേട്ടോ. ഓക്കെ ഇനി ഒരു 2 വുഡും കൂടെ. ഈ 2 ഞാൻ ജനാലിൻ്റെ വിൻഡ് കണ്ടില്ല, അതാണ് വയസ്സ്. അപ്പോൾ അറൗണ്ട് ഓക്കെ നമ്മളപ്പോൾ ട്യൂട്ടോറിയൽ വരും. അപ്പോൾ സ്റ്റാഫ് സെലക്ട് ഹാൻഡ് ഫ്രം ദ മെനു ഫിക്സ് ഒബ്ജക്ട്സ്. ഓക്കെ ഇത് ഞാൻ നേരത്തെ കണ്ടതല്ലേ. ഓക്കെ ഇവിടെ ഉള്ള ഈ സാധനങ്ങൾ ഈ പൊട്ടിയ നമ്മളെന്തിനും വരണ പൈസയ്ക്ക് വേണ്ടി വരണ വലിയ റിച്ച് ആയിട്ടുള്ള ആർക്ക് ഈ പ്ലാസ്റ്റിക് കസേര പറ്റുമോ? ഇല്ല. നമ്മളപ്പോൾ പ്ലാസ്റ്റിക് അല്ലാത്ത കസേരകൾ തന്നെ കൊടുക്കണം. ഇതെന്ത് ചെയ്യാനാ? ഇതൊക്കെ ഇത് നമ്മൾ സെലക്ട് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞതില്ല തിരിച്ചെടുത്തിട്ടുണ്ടേ. നമ്മളത് അങ്ങനെയല്ല ചെയ്യണം. നമ്മൾ ഇതെല്ലാം അതേപടി സെറ്റാക്കി വെക്കണം. എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ വെക്കാനുള്ളത് ഇവിടെയാണ് കേട്ടോ. ഈ ക്യാഷ് കൗണ്ടർ ഇവിടെ തന്നെ വെക്കണം. നമുക്കൊരു ബാങ്ക് ഇത് കട്ടർ മെഷീൻ എന്നാണ് പറയുന്നതോ. കട്ടർ മെഷീൻ ഇവിടെ വരിക്കട്ടല്ലേ, ഇവിടെ ഇരിക്കാം. ഓക്കെ നോട്ടടിക്കേണ്ട മെഷീൻ വല്ലതും ആണോ ഇത്? എനിക്ക് തോന്നുന്നു ഇത് ബാങ്ക് സേഫ് ലോക്കറാണ്. ലോക്കർ അപ്പം എന്തായാലും ഇവിടെ തന്നെ ഇരിക്കണം. ഓക്കെ ഇവിടെ ടാബ് എടാ ഓടറാ
എടാ എലി കുങ്കുണമണി എലി നിന്നെ അടിച്ചുണ്ടല്ലോ. ഓക്കെ ഗൈസ്, ഇനി ഫിക്സ് ഫ്ലവേഴ്സും കൂടെ ഫിക്സ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഓൾമോസ്റ്റ് കുറച്ച് പണി തീരും. ഓക്കെ, ഫ്ലവർ ബോട്ടിൽ എന്തായാലും നമുക്ക് പുറത്ത് കൊണ്ടുപോയി നമുക്കൊരു ഇവിടെ തന്നെ ഇരിക്കട്ടെ. അതാണ് അതിൻ്റെ ഒരു ഐശ്വര്യം. ഓക്കെ, അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ഫസ്റ്റ് ടാസ്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാബിൽ നമുക്ക് മെഷീൻസ് ഓർഡർ ചെയ്യണം. ഓക്കെ, നോട്ട് അടിക്കുന്ന മെഷീൻസും കാര്യങ്ങളും എല്ലാം ഓർഡർ ചെയ്യണം. അതാണ് അവർ പറഞ്ഞു തരണം. അപ്പോൾ നമുക്ക് ഇനി ചെയ്യാനുള്ളതെന്ന് പറഞ്ഞ് ടാബ് ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് സ്റ്റോറിൽ പോയി മെഷീൻസ് പോയിട്ട് നമുക്ക് ഈ 2 നോട്ട് അടിക്കുന്ന മെഷീനും നമ്മുടെ വാഷിംഗ് മെഷീനും മണി വാഷ് ചെയ്യുന്നൊരു മെഷീനും വാങ്ങിക്കണം. എന്നാലേ നമുക്ക് നല്ല 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 വടിവൊത്ത നോട്ടുകൾ നമുക്ക് കൊടുക്കാൻ പറ്റും ആൾക്കാർക്ക്. അപ്പം വടിവൊത്ത നോട്ടുകൾ കൊടുക്കാൻ ഓക്കെ ഒരു ബൈ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം നോട്ട് മെഷീൻ ഇവിടെ എവിടെയെങ്കിലും വെക്കണം. ഇത് അറേഞ്ച് ചെയ്യാനാണ് പണി കേട്ടോ. ഓക്കെ, ഇവിടെ വെക്കാം നമുക്ക്. ഓക്കെ, അവിടെ നിന്ന് വരണ ആർക്കും കാണാൻ പറ്റൂലല്ലോ. ഓക്കെ, ഇല്ല അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഇനി അടുത്ത ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ടാബിൽ കയറിയിട്ട് സ്റ്റോറിൽ പോയിട്ട് നമ്മളൊരു വാഷിംഗ് മെഷീൻ, കാരണം നോട്ടുകൾ വാഷ് ചെയ്യണം. അപ്പോൾ എനിക്ക് തോന്നുന്നു നോട്ടുകൾ വാഷ് ചെയ്യാനുള്ളതേ ഗൈസ്. എനിക്ക് തോന്നുന്നു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റും. നമ്മൾ ഈ നോട്ട് ഓക്കെ സ്കിപ്പ് എടാ എന്താ ഇത് കാണിച്ചോണ്ടിരിക്കണ എപ്പോഴും. ഓക്കെ, നമ്മൾ ഇത് ഈ ഒരു അറ്റത്ത് വയ്ക്കാം. എന്നിട്ട് ലോക്കർ ഈ അറ്റത്തുകൊണ്ട് വെച്ചിട്ട് വാഷിംഗ് മെഷീൻ ഇവിടെ കൊണ്ട് വയ്ക്കാം. അപ്പോൾ വാഷിംഗ് മെഷീനിൽ നിന്ന് തുണി അലക്കിയിട്ട് നേരെ നമ്മൾ ഇത് മാറ്റി ഇതിവിടെ വയ്ക്കാം. എന്നിട്ട് കണ്ണ് പോണ് കഴിച്ച് ഇത് ഈ കണ്ണട പവറുള്ള കണ്ണാടയാണോ പുല്ലേ? നമുക്ക് തലയിൽ കൂടി ഇടാം. ഇവിടെ ഇരിക്കട്ടു. എന്നിട്ട് നമ്മൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഷിംഗ് മെഷീൻ എടുത്തിട്ട് അടിക്കണ നോട്ടുകളെല്ലാം അലക്കി അങ്ങ് എടുക്കണമല്ലോ. അപ്പം നമുക്ക് ഇവിടെ വയ്ക്കാം. ഓക്കെ ഇതെടുത്തിട്ട് ഇവിടെ പെർഫെക്റ്റ്. ഓ മൈ ഗോഡ്, ഇതേപോലത്തെ അറേഞ്ച്മെന്റ് ആരെങ്കിലും കാണുമോ? ഓക്കെ, ഇനി നമുക്ക് ടാബ്ലറ്റ് സാംസങ് പേപ്പർ ഓർഡർ ചെയ്യണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നേരെ പോയി സാംസങ്ങിൽ നിന്ന് ഒരു നല്ല ബീഫും നല്ല അൽഫാമും എല്ലാം ഇത് മാറിപ്പോയി. ഓക്കെ, ഇങ്കും വാങ്ങിക്കണം. ഓക്കെ ബൈ. ഓക്കെ, ഇത് 2 വാങ്ങിച്ചിട്ടുണ്ട്. നെക്സ്റ്റ്. ഓക്കെ, ഇനി പ്രിന്റ് മണി ട്യൂട്ടർ പുട്ട് ലിങ്ക് ഇൻ ദ മണി മെഷീൻ. ഓക്കെ, മണി മെഷീനിൽ പുട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞത്. എങ്ങനെ പുട്ട് ചെയ്യും നമ്മൾ പൈസ? പുട്ട് ചെയ്യണത് മണി മെഷീനിലല്ലേ? ഇതാണോ മണി മെഷീൻ? ഇത് കട്ടർ മെഷീൻ, ഇത് മണി മെഷീൻ. പൈസ അച്ചടിക്കാം. എന്താ ഒരു കാർഗോ പൈസ? ഓക്കെ ഇവിടെ ഇത് വന്നു, പേപ്പറൊക്കെ വന്നു. ഓക്കെ, നമ്മളെല്ലാം കൊണ്ടുവന്ന് ഓക്കെ ഇവിടെ എനിക്ക് തോന്നി ഇവിടെ ഓക്കെ നമ്മളെല്ലാ പേപ്പറും ലോഡാക്കി. ഇനി ഇത് നേരെ കൊണ്ടുപോയിട്ട് ഓക്കെ ഇത് ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ നേരെ അവിടെ കൊണ്ട് എല്ലാം ഇൻവെസ്റ്റ് ചെയ്യണം. ഓക്കെ, എനിക്ക് തോന്നി ഇതെന്താ സംഭവം എന്ന് മനസ്സിലായില്ല കേട്ടോ. എന്തോ ഒരു സാധനമുണ്ട്. ഇത് ഇങ്ക്. ഓക്കെ, ഇത് ഇങ്ക് ബാക്കിയുണ്ട്. നമുക്ക് ഇങ്ക് ഇവിടെ എവിടെയെങ്കിലും വെക്കാം. ഇങ്ക് നമുക്ക് ഇവിടെ ഒളിപ്പിച്ച് വെക്കാം. ഓക്കെ, ഇങ്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നേരെ പോയിട്ട് നമുക്ക് ആ ഫ്രണ്ടിലുള്ള ബാസ്ക്കറ്റ് അങ്ങ് എടുത്ത് കളയാം. കാര്യം എനിക്ക് ഡസ്റ്റ് ആയിരിക്കുന്നത് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ വൃത്തിയാണ് എൻ്റെ മെയിൻ. എനിക്കറിയാമല്ലോ, എനിക്ക് എല്ലാ സാനിറ്റൈസേഴ്സ് യൂസ് ചെയ്തിട്ട് ഇതായിട്ട് കാര്യമുള്ളത് വൃത്തിയാണേ. ഞാൻ ഒരു വാറുഷാണേ പ്രശ്നീഷിനെ പോലെ. അപ്പോൾ ചുമ്മാ ഹെയ്റ്റ് ഒന്നും വേണ്ടേ, ചുമ്മാനെ പറഞ്ഞാണ്. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെലക്ട് ബിൽഡ് ടൈപ്പ് ഫ്രം ദ മണി മെഷീൻ സ്ക്രീൻ. ഇങ്ങനത്തെ സിമുലേറ്റർ ഗെയിംസ് ഇങ്ങനെ കളിക്കാത്തതുകൊണ്ടാണോ എനിക്കിതൊന്നും അറിഞ്ഞൂടെ എന്താ ചെയ്യേണ്ടതെന്ന്. ഓക്കെ ബിൽഡ് ടൈപ്പിൽ നിന്ന് എന്തോ പറഞ്ഞവർ. ഓപ്പൺ പാനൽ. ഓക്കെ, നോട്ട് ഇവിടെ കൊണ്ട് വെച്ച് ക്ലോസ്. എന്നിട്ട് ടേൺ ദ ഹാൻഡിൽ ടു സ്റ്റാർട്ട് മെഷീൻ. ഓക്കെ, സ്റ്റാർട്ട് മെഷീൻ. ഓക്കെ, സ്റ്റാർട്ട്. അങ്ങനെ മെഷീൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ ടാബ് ട്രാൻസ്പോർട്ടർ കേസ് ഇതാണോ? ഓക്കെ ടേക്ക് ദ ക്യാഷ് ബോക്സ് ഔട്ട് ഓഫ് ദ കട്ടർ. ഓക്കെ, നമ്മൾ ക്യാഷ് ബോക്സ് ഇങ്ങനെയായിരുന്നു. ക്യാഷ് ബോക്സ് എടുത്തിട്ട് ക്യാഷ് ബോക്സ് കട്ടറിൽ കൊണ്ടുപോയിട്ട് കട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ ഇവിടെ ഹോൾഡ് ചെയ്ത്
നോട്ടുകളെല്ലാം വിരിച്ചിട്ട് ഇനി കിഴിക്കുക. എന്നിട്ട് നമ്മളെല്ലാം ഹോൾഡ് ചെയ്ത് വെക്കണം. ഓക്കെ. ഇവിടെ സ്റ്റാർട്ട് ചെയ്യണമെന്ന്. ഓക്കെ. നോട്ടെല്ലാം കട്ട് ചെയ്ത് തന്നിട്ട് പുട്ട് ദ കട്ട് മണി ഇൻ ടു ദ വാഷിംഗ് മെഷീൻ ടു. ഓക്കെ. ഇപ്പോഴാണ് ഇതിൻ്റെ നേക്കങ്ങ് പിടിയിട്ട് അവിടെ കോൾസു. ഓക്കെ. നോട്ടെല്ലാം വെട്ടി വന്നപ്പോൾ കറയും കാര്യങ്ങളും എല്ലാം ഇതാ. നോട്ടുകൾ ചന്ന പിന്നെ വീണുണ്ട്. പിടക്കണ നോട്ട്, ഡോളർ നോട്ട്, നമ്മുടെ അപ്പൂപ്പൻ്റെ നോട്ടായി. ഓക്കെ. നെക്സ്റ്റ് നോട്ടുകളെല്ലാം വന്നിട്ട് ഇപ്പം $42 നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഇനി ഓക്കെ നോട്ടുകളെല്ലാം വരട്ടെ. നോട്ടുകൾ വരുമ്പോഴേക്കും നമുക്ക് പോയിട്ടേ. ഹലോ സാർ, ക്യാഷ് ചാലഞ്ച് ആണ്. ഹലോ സാർ, പങ്കെടുക്കാൻ ചാലഞ്ച് ഉണ്ടോ? അതിന് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിരിക്കണം. എന്നാൽ റൈക്ക് നോട്ട് എണ്ണി എടുക്കാം. ഓക്കെ ഫോളോ ചെയ്തിട്ടുണ്ടോ? ഫോളോ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പം നോട്ട് എണ്ണി എടുക്കാം. 30 സെക്കൻഡിൽ എത്ര പൈസ എടുക്കണം അത്ര പൈസ ബ്രോയ്ക്കാണ്. എടുക്കുന്നോ താടിക്കാര? ഹലോ എടുക്കുന്നുണ്ടോ ബ്രോ? എടുക്കുന്നുണ്ടോ? മണി ചാലഞ്ച്. ഇവന്മാർക്കൊന്നും സെൻസ് ഇല്ല ഏട്ടാ. കേരളത്തിലുള്ളവർക്ക് മാത്രമേ നമ്മളെപ്പോലെയുള്ള ഉബേദിനൊക്കെ പോലെയുള്ള സെൻസ് ഉള്ളൂ. ഇവർക്കൊന്നും സെൻസ് ഇല്ല ഏട്ടാ. ഇവർക്ക് ഇംഗ്ലീഷ് അറിയണ്ടായിരിക്കും. ഒന്നുകൂടെ കീപ് ഒരു കൂൾ ഗായ്. ഹലോ ബ്രോ. മണി ചാലഞ്ച് ഇൻട്രസ്റ്റ് ഉണ്ടോ? ക്യാഷ് ഫ്രീ ആയിട്ട് തരും. 30 സെക്കൻഡ് ബ്രോ. എൻ്റെ ഇൻസ്റ്റാഗ്രാമും വേറെ ഇൻസ്റ്റാഗ്രാം എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്രോയ്ക്ക് ഇത് എണ്ണി എടുക്കാം. വേണോ? 30 സെക്കൻഡിൽ എത്ര വേണം എടുക്കാം? വേണോ? ഇവർക്ക് താല്പര്യം ഇൻട്രസ്റ്റ് ഇല്ലാത്തവന്മാർ ഏട്ടാ. ഓക്കെ ഗൈസ്, അപ്പോൾ ലെറ്റ്സ് ഗോ ഗൈസ്. ജസ്റ്റ് കേട്ട് ഫണ്ട് ചുമ്മാ പറഞ്ഞേ. അപ്പോൾ ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മൾ നേരെ പോയി. ഇനി നമുക്ക് ഓക്കെ അവിടെ എന്തോ പൈസ കട്ടിങ് ചെയ്യണം. ഇനി മിഷീൻ. അപ്പോൾ സ്കൂട്ടി ഇടണം. നമ്മൾ സൈക്കിളാണ് കേട്ടോ വന്നത്. ആരെയോ സൈക്കിളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി പുറത്തെ കണി മറ്റേ വാഷിംഗ് മെഷീൻ ഗൈസ്. അപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീൻ. അയ്യോ നമ്മൾ തിരിച്ചാണ് എടുക്കാനുള്ള. സോറി, എല്ലാ പൈസ തിരിച്ചെടുക്കണോടാ. പോടാ. ഓക്കെ. മണി അങ്ങ് കൂടി തന്നെ ഏട്ടാ. $100. അയ്യോ $100 എനിക്ക് ആയിരുന്നെങ്കിൽ ഞാൻ പൈസക്കാരനായ. ഓക്കെ. ഇനി നേരെ പോയി നമ്മൾ വാഷിംഗ് മെഷീനിൽ ഇതങ്ങ് കൊണ്ടിടുന്നു. നമ്മളെല്ലാ പൈസയും ക്ലീൻ ആയിട്ട് എനിക്ക് ഓക്കെ. അവന്മാർ ചാലഞ്ച് അക്സെപ്റ്റ് ആയിട്ട് ഇത്രയും കറയുള്ള നോട്ടൊക്കെ വലിച്ച് കള്ളഞ്ഞോട്ടെന്ന് ചോദിച്ചാൽ അതാണ്. ചുമ്മാ അല്ലേടാ. ഞാൻ വിചാരിച്ച് അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല. കണ്ടപ്പോൾ കള്ളഞ്ഞോട്ടാണെന്ന് വിചാരിച്ച്. ചുമ്മാ അല്ല. ഓക്കെ. അപ്പോൾ ഇനി ഇത് ഓണാക്കാൻ എന്ത് ചെയ്യൂടെ? ഓക്കെ സ്റ്റാർട്ട് ചെയ്ത് വാഷ് മണി. ഓക്കെ. സ്റ്റേക്ക് നന്നായിട്ട് വാഷാക്കാം. നന്നായിട്ട് പൈസ എന്ന് പറഞ്ഞ കാര്യം വാഷ് ചെയ്ത് ഒരു എന്ന് പറഞ്ഞാൽ അതൊരു നോട്ടല്ല, അതൊരു വികാരം കണക്കാ. നോട്ട് കാണുമ്പോൾ തന്നെ അത് കയ്യിൽ വിൽക്കാൻ നോക്കല. അങ്ങനത്തെ ഫ്രഷ് നോട്ട്. ഓക്കെ. അവരെന്തൊക്കെ കാര്യമായിട്ട് ചെയ്യുന്നുണ്ട്. വെള്ളത്തിൽ മുങ്ങി കുളിക്കുകയാണ്. മെഷീനൊക്കെ ചാടിക്കളിക്കുന്നു. ഓക്കെ. ക്യാഷ് ചാലഞ്ച് ഇല്ല. ഓക്കെ. ക്യാഷ് എല്ലാം ഇതായിട്ടുണ്ട്. നമുക്ക് ഇനി എല്ലാ നോട്ടും നമുക്ക് തിരിച്ചെടുക്കാം. കണ്ട ഈ നോട്ട് എങ്ങാനും കൊണ്ടുപോയിരുന്നെങ്കിൽ അവർ എണ്ണി എടുത്തേ. എല്ലാവരും എണ്ണി എടുത്തേ. നേരത്തെ ചീത്ത നോട്ട് കൊടുത്തോണ്ടാണ് കേട്ടോ. കുഴപ്പമില്ല. സെറ്റാക്കാം. ഓക്കെ. ഇതിനോട് ടേക്ക് ദ വാഷിംഗ് മെഷീൻ ടു പുട്ട് ഇൻ ദ ബാങ്ക് സേവ്. ഓക്കെ. ഇവിടെ നമ്മൾ സേഫറായിട്ട് വെക്കണമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയാണ് ഗൈസ്. ഇവിടെയാണ് വെക്കാനുള്ളത്. അപ്പം നമുക്ക് ക്യാഷ് ഇവിടെ വെക്കാം. അപ്പോൾ ലോക്ക് തുറന്ന് ഓക്കെ ലോക്ക് തുറന്നിട്ട് $100 അപ്പോൾ ഇങ്ങനെ വെക്കാം. അപ്പോൾ ഇനി ആരെ പോയി ഇതെന്താ ഇത് $100. അപ്പം ഒന്നിൻ്റെ സെറ്റിൽ വെക്കണം ഗൈസ്. അപ്പോൾ നമ്മളിത് $1 വെച്ചുള്ള $100 നമ്മൾ ഇങ്ങനെ വെക്കണം. മനസ്സിലായില്ല? അപ്പോഴേ നമുക്ക് ഇതാ മതി. $250. ഓക്കെ. കറക്റ്റ് $250 ഇനി വേണ്ടത് ഗൈസ്. അപ്പോൾ നമുക്കിനി വീണ്ടും മെഷീൻ ഓൺ ആക്കണം. ഇങ്കില്ല. അപ്പോൾ ഇങ്ക് ഇവിടെ വെച്ചാണല്ലോ. ഓക്കെ. ഇങ്ക് കിട്ടിയിട്ടുണ്ട്. അമ്പട സുന്ദര ഇങ്ക് എനിക്കൊണ്ട് ഇങ്ക് ഇവിടെ വീണ്ടും ലോഡ് ചെയ്ത് സെബാന ലോഡ് ചെയ്യടാ. ഇതെടുത്ത് ഈ ബോക്സ് എന്തിനാടാ ഇവിടെ ഇരിക്കട്ട്. എന്നിട്ട് സ്റ്റാർട്ട് കൊടുത്ത് അപ്പം എനിക്ക് നോട്ടാണ് മെഷീൻ. നോട്ട് എണ്ണി വരണുണ്ട് ഗൈസ്. നല്ല പെടക്കണ ചൂട് നോട്ടായി വേണോ? ചൂട് നോട്ടായി നല്ല പെടക്കണ ചൂട് നോട്ടായി. 1 കിലോ 50 ചൂട് നോട്ടായി. അവ എനിക്ക് വന്ന് ഓക്കെ. ഇത് വന്ന് അയ്യോ ഞാൻ ക്ഷീണിതനായി. അപ്പോൾ പൈസകൾ വന്നിട്ടുണ്ട്. ഇപ്പം നെക്സ്റ്റ് പൈസ നമ്മൾ എല്ലാ പൈസയും എടുത്ത് നേരെ പോയി നമ്മുടെ ഈ സെൻറ്ററിൽ കൊണ്ടുപോയി വിട്ട് ഇവിടെ പോയിട്ട് ഇത് ഓൺ ആക്കി കഴിഞ്ഞ് പൈസ ഇങ്ങോട്ട് ചന്നാൻ വേണ്ടി ഇപ്പം നമുക്കൊരു ഐഡിയ കിട്ടി എങ്ങനെയാണ് പൈസ ഇതാക്കേണ്ടതെന്ന്.
ഓക്കെ, അപ്പോൾ പൈസ ഇതൊക്കെ ആക്കുന്നുണ്ട്. ഇനി മണി $250 കൂടെ അയക്കാൻ പക്കയാവും. അത് കഴിഞ്ഞതിന് ശേഷം അപ്പോഴേക്കും നമുക്ക് ഈ ബോസ്കോ കൊണ്ടുപോയിട്ട് വെളിയിൽ കൊണ്ടിടാം. കാര്യം ഇതിൻ്റെ ആവശ്യം ഇനി ഇല്ല. നമ്മൾ ആവശ്യമില്ലാ സാധനങ്ങൾ അപ്പം കളയണം. കാര്യം പിന്നെ നമ്മൾ വെച്ചോണ്ട് നമുക്കത് വലിയ തൊല്ലയാവും. അതുകൊണ്ട് നമ്മൾ നേരെ പോയി ഇവിടെ കൊണ്ട് ട്രാഷി കൊണ്ടിട്ടായിരുന്നു. ട്രാഷി കൊണ്ടിട്ട് നമുക്ക് കഥ അങ്ങ് അടച്ചേക്കാം. കാര്യം വേണ്ട, അത് നമ്മൾ തുറന്നിട്ടില്ല, ഓപ്പൺ അല്ലല്ലോ, അപ്പോൾ അടച്ചേക്കാം. അടച്ചു കഴിഞ്ഞിട്ട് ഞാൻ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പം നമ്മൾ ഇന്ന് വന്നിട്ട് ഓക്കെ നോട്ടുകൾ, പിടച്ച നോട്ടുകൾ എല്ലാം ലോഡായി കൊണ്ടിരിക്കുക. വാറാമലൊക്കെ ചൂണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. എല്ലാം ഈ ഡോർ എന്തിനുള്ള ഡോറാ? ഓ ഇതും ഔട്ടിങ് ആടാ. എടാ ആ കള്ളന്മാരെ ശല്യം കൂടുതലാണ്. അവന്മാർ വന്നടുത്താലാ. ചുമ്മാ അല്ലടാ ഒരു കള്ള. അപ്പം നമുക്ക് ഇനി നമുക്ക് നമ്മുടെ റൂം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ, നമ്മുടെ റൂമിൽ എന്താണ് ഉള്ളത്? സ്ലീപ്പ് ചെയ്താൽ സ്ലീപ്പാവും. കയ്യിൽ ഇവിടെ കത്തി. ഓക്കെ, എനിക്ക് തോന്നുന്നു നമുക്കപ്പം നമ്മുടെ റൂം ഒന്ന് വൃത്തിയാക്കാൻ നോക്കിയാലോ. ഓക്കെ 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 ഇത് ഇത്രയും മതി. ഇനി നമുക്ക് വൃത്തിയാക്കാൻ എനിക്കൊന്നും ഇല്ലെന്ന് തോന്നുന്നു. വൃത്തിയാക്കാൻ എന്തെങ്കിലും ഉണ്ടോ? വൃത്തിയാക്കാൻ എനിക്ക് തോന്നുന്നു വലിയ വിഷയമല്ല. ഇതിങ്ങനെ കിടന്നോട്ടെ. ഇനി നമുക്ക് പിന്നെ ഉറങ്ങാം. ഇനിയിപ്പോൾ ഇതാണ് പ്രശ്നം. ഓപ്പൺ ടോയ്ലറ്റ് ആണേ. അപ്പം എടാ ഞാൻ പോകണ്ടേ? ആ ഓക്കെ, അടയ്ക്കോ. ഓക്കെ, നേരെ പോയി. എടാ എന്താടാ ബാസ്ക്കറ്റ് കൈ. ഓക്കെ, പിടയ്ക്കണ ഞോട്ട് വന്നിട്ട് എലി. എടാ തുരപ്പ എലി. ഇവന്റെ കാര്യം എനിക്ക് എന്നും ഒരു പ്രശ്നമാണ് ചേട്ടാ. എൻ്റെ ഭാവി ഇവൻ കാരണം തൊലയെന്ന് തോന്നുന്നു. ഓക്കെ ഓക്കെ, ഇനി നമ്മൾ നേരെ പോയി നമ്മൾ പിടയ്ക്കണ ഞോട്ട് വാഷിംഗ് മെഷീൻ ഇടണം. ഓക്കെ 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 എല്ലാം ഇട്ട് അടച്ചു. എവിടെയുടെ സ്റ്റാർട്ട്? സ്റ്റാർട്ട് ഇവിടെ. ഓക്കെ, നോട്ട് വാഷ് ചെയ്യട്ടെ. നോട്ട് വാഷ് ചെയ്യുമ്പോഴേക്കും നമുക്ക് നേരെ പോയിട്ട് എനിക്ക് ഇത് സ്റ്റാർട്ടാക്കി ഇനി പൈസ വരുമോ? ഓക്കെ, ഇനി എന്തായാലും ഇങ്കില്ല. അപ്പോൾ എന്തായാലും പൈസ ഇല്ല. പൈസ വേണമെങ്കിൽ ഇതാദ്യം നമ്മൾ സെറ്റാക്കണം. അപ്പോൾ നേരെ പോയി ഒന്ന് കതവ് തുറന്ന് നേരെ പോയി ഒന്ന് കതവടച്ച് സൈക്കിള് നമ്മുടെ ഇപ്പുറത്തെ ഏരിയയിൽ ഒരു ചായ പിടിച്ചിട്ട് വരാം. ചായ എടാ നെക്സ്റ്റ്. എടാ മുട്ടത്തലയാ, നിനക്കെൻ്റെ മണി ചാലഞ്ച് വേണ്ടല്ലേടാ? എന്നാ പിടിച്ചോ ഓട്ടറാ. നെക്സ്റ്റ് ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അവിടെ കയറാൻ പറ്റുന്ന നോട്ട്. എടാ ഇവിടെ ഒരു തങ്കം പോലെ ഇതൊരു സ്ഥലം ഉണ്ടായിരുന്നടാ. നോക്കടാ. പക്ഷെ പൈസ തങ്കം പോലെ കൂടുതലും. ഓക്കെ, എനിക്ക് വേണ്ടതെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഒരു സിഗരറ്റും ഒരു ബിയറും. നമ്മൾ കുറച്ച് വേറെ ലെവലാണേ. ഓക്കെ, ബൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ 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 ഓക്കേടാ. അയ്യോ പൈസ നമ്മുടെ പൈസ. ബാങ്ക് എവിടെയായിരുന്നേ? വഴി മറന്നു പോയല്ല. ഒരെണ്ണം അടിച്ച് കഴിഞ്ഞ് ഇതാണ് ബോധവും പൊക്കളൊന്നും ഇല്ല. ഇല്ല വലിച്ച് ആത്തേറണ്ട വലിച്ചോണ്ട്. ഓക്കെ, ഇനി നമുക്ക് നേരെ പോവാം. ഡോർ ഓപ്പൺ ആക്കി അടച്ചു. വലിച്ചപ്പോൾ കിക്കായി. ഓക്കെ, നെക്സ്റ്റ്. എനിക്ക് തോന്നുന്നു എടാ നോട്ട് എവിടെ? സോറി, നോട്ടിനെ വാശിയായിട്ടല്ല. ഞാൻ ഇപ്പം വിചാരിച്ചു നോട്ട് ആരെങ്കിലും എടുത്തിട്ട് പോയിരുന്നു കേട്ടാ. ഓക്കെ, നോട്ട് എല്ലാം നമ്മൾ എണ്ണിയെടുത്ത് ഇന്ന് ഇതൊരു കുറച്ച് ഓവർ നോട്ടുണ്ടെന്നാണ് മാവെന്ന് വീണ്. ഓക്കെ, നെക്സ്റ്റ്. അല്ല നമ്മൾ ഇനി ഷെൽഫിൽ കൊണ്ടിടണം. ഇത് കണ്ണടി ഭയങ്കര തലവേദന എടുക്കുന്ന കേസ്. ഇത് പതിവില്ലാത്ത. ഓക്കെ, എടാ എലിയേടാ. തുരപ്പാടാ ഇത്. എടാ തുരപ്പ എല്ലാം പോ. തുരപ്പ ഡേ എവിടെ പോയി? ഓക്കെ, ഇനി ഫർണിച്ചേഴ്സിൽ പോയി. യെസ് ബോസ്, യെസ്. ഓക്കെ.
ഓക്കെ 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 OTP ടോക്കൺ ബോക്സ് എടുത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇപ്പം എനിക്ക് ആരും പിടിയിട്ട്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു വരുന്ന് കയറുമ്പോൾ തന്നെ എന്തെങ്കിലും ഹെൽപ്പ് സെൻറ്റർ പോലെ ചോദിക്കാൻ വേണ്ടി ഇത് കയറണം. അപ്പോൾ നമ്മൾ നേരെ പോയി പൈസ നമുക്കൊരു വിഷയമുള്ള നമ്മളിപ്പോൾ നോട്ട് ടച്ച് അടിച്ചില്ല. അതുകൊണ്ട് നമുക്കിനി പോയിട്ട് ഫർണിച്ചേഴ്സിൽ ഒരെണ്ണം വാങ്ങിച്ച് ഗൈസ് ഇത് എങ്ങനെയാണ് ഇത് വെക്കണം? റൊട്ടേറ്റ് ആക്കണം എങ്ങനെ? ഓ ഇങ്ങനെ റൊട്ടേറ്റ് ആക്കാടാ. ഞാൻ ഇത്ര നേരം ഓക്കെ നമുക്ക് ഇവിടെ ഇരിക്കട്ടെ ഗൈസ്. എടാ ഇത് ഇങ്ങനെയല്ലല്ലോ, ഇങ്ങനെയല്ലേ ഇരിക്കാനുള്ള? ഇങ്ങനെ ഗൈസ്, ഇങ്ങനെ. ഓക്കെ ഇങ്ങനെ ഒരു സാധനം ഇരുന്നിട്ടുണ്ട്. ഓക്കെ ഇനി ഇവിടെ നമുക്ക് ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത കാര്യം നമുക്ക് മെയിനായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് എന്താണ് സംഭവം? കിസോക്കൊന്ന് ഈ സാമാനം എന്ന് പറഞ്ഞാൽ എന്തിനാണെന്ന് എനിക്ക് വലിയ പിടിയൊന്നും ഇല്ല. എന്നാലും നമുക്ക് എല്ലാവരും കയറി വേണ സ്ഥലത്ത് വെക്കാനാണ് അവർ പറഞ്ഞ വെക്കാം. ഓക്കെ ഇനി അടുത്തത് കസ്റ്റമർ ഓപ്പൺ അക്കൗണ്ട് ചേഞ്ച്. ഓക്കെ പൈസ ഓക്കെ നമുക്ക് പൈസ ഓപ്പണിംഗ് പ്രൈസ് മിനിമം എത്ര ഡിപ്പോസിറ്റ് ചെയ്യണമെന്ന് എല്ലാം ചോക്കാം കേട്ടോ. എല്ലാം 3.4 3.7 എന്നൊക്കെയാണ് വെച്ചേക്കുന്നത്. നമുക്കപ്പോൾ അത് തന്നെ കൊടുക്കാം. ഓക്കെ ടാബിൽ കയറി ഫീയിൽ കയറി ചേഞ്ച് കൊടുത്തു. 3.4 കൊടുത്തു. ഒരു 4 ഓക്കെ കൊടുത്തു. അവിടെ നെക്സ്റ്റ് ഒരു 3.4 കൊടുത്തു. നെക്സ്റ്റ് ഒരു 3.7 ഒരു 8 കേട്ടോ. ഓക്കെ സെറ്റ്. ടാബ് കസ്റ്റം ചേഞ്ച് ബാങ്ക് നെയിം. ഓക്കെ നമുക്ക് ബാങ്ക് കസ്റ്റമൈസ് നമുക്ക് ബാങ്കിന്റെ നെയിം മാറ്റാൻ പറ്റും. അങ്ങനെ നമ്മളെ നമ്മുടെ സമയം വന്നിട്ടുണ്ട് ഗൈസ്. ഇതാ W ബാങ്ക് WG ബാങ്ക് W ബാങ്ക് കേൾക്കുമ്പോൾ തന്നെ ഡബിൾ ചാർജ് ആവുന്നു. W ബാങ്ക് അത് മതി. W ബാങ്ക് അയ്യോ ബാങ്ക് സോറി W ബാങ്ക് കുറച്ച് സ്പേസിങ് ഉണ്ട്. WG ബാങ്ക് കുറച്ചും കൂടെ വലിയ ബാങ്ക് പേര് വേണമായിരുന്നല്ലേ. W ബാങ്ക് തേക്കടി W ബാങ്ക് തേക്കടി. ഇങ്ങനെ ഇത് കൊള്ളാം. W ബാങ്ക് തേക്കടി വിഷയം കൈസ്. അപ്പോൾ പേര് കൊള്ളാം. ഇനി നമുക്ക് കളറാണ് കുറച്ച് വിഷയം. സാധാരണ ബാങ്കൊക്കെ എല്ലാം ഒരു നീല കളറല്ലേ. നമുക്ക് നീല കളർ വേണ്ട, പർപ്പിൾ തന്നെ വെച്ച്. നേരത്തെ വെച്ച കളർ മറന്നു പോയിടേ. ഇതല്ലായിരുന്നോ? ഓക്കെ ഇത് വേണ്ട, ഇത് മതി. ഇത് കുറച്ച് കത്തിക്കുന്നുണ്ട്. W ബാങ്ക് തേക്കടി. ഓക്കെ അപ്പോൾ നമ്മൾ ബാങ്കിന്റെ പേരുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ തേക്കടി W ബാങ്ക് തേക്കടി W ബാങ്ക് എന്ന് കൊടുത്താൽ മതിയായിരുന്നില്ലേ? കുഴപ്പമില്ല. W ബാങ്ക് തേക്കടി. എൻ്റെ ബാങ്കിന്റെ മുന്നിൽ ഞാനങ്ങ് നിവർന്ന് നിക്കോടാ. വീരനായി ഓ സൂര്യനായി ഏതാ മാസ്. ഓക്കെ നെക്സ്റ്റ് അടുത്ത ഓപ്പൺ ദ ബാങ്ക്. ബാങ്കിന്റെ ഓപ്പൺ ഒരു വലിയൊരു ഇനാഗുറേഷൻ ആണ് നമ്മൾ ചെയ്യാനുള്ളത്. അപ്പം അതിന് വേണ്ടിയിട്ട് എവിടെ പോയടാ? എവിടെയോ ഓക്കെ അങ്ങനെ ബാങ്ക് നമ്മൾ അങ്ങനെ ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഗൈസ്. ഓ മൈ ഗോഡ്. ഓക്കെ ഇനി പ്രോസസ് ട്രാൻസാക്ഷൻ ഓഫ് 3 കസ്റ്റമേഴ്സ്. ഓക്കെ ബാങ്ക് തുറന്ന സ്ഥിതിക്ക് നമുക്കൊരു 3 കസ്റ്റമേഴ്സിനും കൂടെ വിരിച്ചിട്ട് നിർത്താം. ഓക്കെ അപ്പോൾ ബാങ്ക് തുറന്നു ഓപ്പൺ ചെയ്തു. അപ്പോൾ ഒരു 3 കസ്റ്റമേഴ്സ് ആരെങ്കിലും വരുന്നുണ്ടോ? എൻ്റെ ഒക്കെ സമ്മതിക്കൂലേ? ഓക്കെ വരണം മിസ്റ്റർ ദാമോദർജി, കമോൺ ഇന്ററാക്ട്. ഓക്കെ ക്യാൻ യു ഹെൽപ്പ് മാഡം? ഓക്കെ എനിക്കൊന്ന് നമ്മൾ ഇവിടെ ഇരുന്നിട്ട് കറക്റ്റ് ഞാൻ ഇരിക്കും പോലെ ഇരിക്കാം. ഒരു ബാങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ എങ്ങനെ ഇരിക്കും അങ്ങനെ ഇരിക്കാം. ഇന്ററാക്ട് വെയിറ്റിംഗ് ലിസ്റ്റ്. ഓക്കെ എമിലി. ഓക്കെ വന്ന് ടോക്കൺ വരൂ. ഓക്കെ
വെൽക്കം ടു അവർ ബാങ്ക് ഹൗ കാൻ അസിസ്റ്റ് യു ഹലോ ഓക്കെ അവർ നമ്മൾ നേരെ ഉണ്ട് ഉള്ളതുകൊണ്ട് എല്ലാം വരുവേ ഏയ് ദാറ്റ് സ്മാൾ ഫിറ്റ് ഇസ് ടോട്ടലി ഫൈൻ ഓക്കെ അക്സെപ്റ്റ് ഓക്കെ കൺഗ്രാജുലേഷൻ ഓക്കെ നിങ്ങളാണ് നമ്മുടെ ഫസ്റ്റ് കസ്റ്റമർ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഓഫർ ഓക്കെ അടുത്ത ഒരാൾ വന്നിട്ടുണ്ട് അടുത്ത ആരാ അടുത്ത ഒരാളും കൂടെ ഉണ്ട് അപ്പൊ അടുത്ത നെക്സ്റ്റ് കസ്റ്റമർ കമോൺ ഓക്കെ നല്ല ചേച്ചി കിടിലം പൊളേ അപ്പൊ നെക്സ്റ്റ് അപ്പൊ എനിക്ക് തോന്നുന്നത് സ്മാൾ പ്രോസസിങ് എന്ത് സംഭവം ഉണ്ടായി എനിക്ക് വായിക്കാമെന്ന് വയ്യ അപ്പൊ എന്തായാലും അതിന് കൺഗ്രാജുലേഷൻ ഓക്കെ താങ്ക് യു ഓക്കെ ജെയിംസ് ബോണ്ട് കമോൺ ഗൈസ് ജെയിംസ് ബോണ്ട് വന്നിട്ടുണ്ട് അപ്പൊ ജെയിംസ് ബോണ്ട് അപ്പോ വെൽക്കം വരണം ജെയിംസ് ബോണ്ട് ഇത് ഏത് ബോണ്ടയാടേ ഇത് ജെയിംസ് ബോണ്ട് ഇത് ഏതോ ബോണ്ടൊക്കെ ഉണ്ടായി ജെയിംസ് 144 p എന്ന് പോലും വിളിക്കാൻ പറ്റൂല നെക്സ്റ്റ് കൺഗ്രാജുലേഷൻസ് ദ ക്യൂക്ക് ഓക്കെ അങ്ങനെ നമ്മൾ നമ്മുടെ ബാങ്ക് തുടങ്ങി നമ്മൾ കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്തു ഓക്കെ അങ്ങനെ നമ്മൾ ഇന്നത്തെ സ്ഥിതി നമുക്ക് രാത്രി ഉറങ്ങാനുള്ള സമയമായിട്ടുണ്ട് ഗൈസ് അപ്പോൾ ബാങ്ക് എല്ലാം ക്ലോസ് ആക്കി ബാങ്ക് ക്ലോസ് ആക്കി ഇന്ന് ഒറ്റ ദിവസം കൂടെ ബാങ്ക് തുടങ്ങുകയും ചെയ്തു നമ്മൾ ബാങ്കിൽ നല്ല പ്രോഫിറ്റ് കുറച്ചിട്ട് ഇതിൽ ഉണ്ടാക്കുകയും ചെയ്തു അപ്പോൾ നമ്മളിന്ന് സ്ലീപ്പാവ് ഇതാവാൻ പോവുകയാണ് അയ്യോ അപ്പോൾ ഉറങ്ങാൻ പോവുകയാണ് ഗൈസ് നമ്മൾ ഉറങ്ങിയിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്നു ലൈക്ക് ചെയ്ത് ഗൈസ് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ പാട്ടൊരു വീഡിയോ ആയിട്ട് വരുന്നത് ബൈ എസ് ലബൽ ടേക്ക് കെയർ മൈ ഗോഡ് ഗൈസ് അപ്പോൾ ടാറ്റാ എല്ലാവരും വോട്ടൊക്കെ ചെയ്ത് ഇന്ന് വോട്ടിംഗ് ഡേ ആണ് അപ്പോൾ എല്ലാവരും വോട്ടൊക്കെ ചെയ്തെന്ന് വിശ്വസിക്കുന്നു അപ്പം ആരെങ്കിലും ശ്രദ്ധിക്കുക വോട്ടൊക്കെ ചെയ്തിട്ടുള്ളവർ കമൻറ്റ് ചെയ്യുക അപ്പോൾ ബൈ എസ് ലബൽ ടേക്ക് കെയർ